എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞത്? തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ചോക്ലേറ്റ് കൊണ്ടുവരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടർ കൂടിയാണ്. കാട്ടാക്കട MLA IB സതീഷ് എടുത്ത ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ ഈ മുട്ടാസ് എന്നുള്ള സംരംഭം തുടങ്ങി ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. മുഖ്യമന്ത്രിയെ കാണാനും അദ്ദേഹത്തോട് ഈ ചോക്ലേറ്റിനെ പറ്റി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. കുറച്ച് തിരക്കിലായിരുന്നു. ആ തിരക്കിൻ്റെ കാരണം പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സംസ്ഥാനമാണോ അല്ലയോ എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കണ്ടപ്പോൾ നമുക്കിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് KIDCയുടെ കീഴിലായിരുന്നു അന്ന് നടന്നിരുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൽ നമ്മൾ പങ്കെടുത്തു. അത് KIDC എന്ന് പറയുന്നത് കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതിൻ്റെ ചെയർമാനായിട്ട് ശ്രീ IB സതീഷ് MLA ആണുള്ളത്. അപ്പോൾ ആ ഒരു മീറ്റിൽ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അത് അത്ര വലിയൊരു സീരിയസ് ആയിട്ടെന്നുള്ളൊരു ഫംഗ്ഷന് പങ്കെടുത്തു തിരിച്ചു പോന്നു എന്നുള്ളതിനപ്പുറം നമ്മളിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചത് പോലും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ MLAയുടെ PS നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ മീറ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു. ഒരു കാഷ്വലി നമ്മൾ പറയുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ MLAക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മക്കളും സ്ഥലത്തുള്ള സമയമായിരുന്നു. മകനും മകളും ഞങ്ങൾ 4 പേരും കൂടി ശ്രീ IB സതീഷ് MLAയെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് നമ്മൾ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചോക്ലേറ്റിൻ്റെ കാര്യങ്ങളും അവരവിടെ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബീൻ ടു ബാറിനെ പറ്റി നമ്മൾ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ മകനാണ്. അവൻ അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് MLAയോട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചുകൂടാന്ന്. പക്ഷേ അപ്പം നമ്മളത് അത്ര വലിയൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല. എത്രത്തോളം ഒരു കാട്ടാക്കട പോലുള്ളൊരു സ്ഥലത്ത് ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീണ്ടും കേട്ടു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴും നമ്മൾ പെട്ടെന്നൊരു മറുപടി പറഞ്ഞില്ല. നമ്മൾ തിരിച്ചു പോകുന്നു. കുട്ടികൾ തിരിച്ച് ദുബായിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് കാലം കൂടി ഇവിടെ നിൽക്കേണ്ടത് കൊണ്ട് നമ്മളിവിടെ നിന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളെ ഇവർ കോണ്ടാക്ട് ചെയ്യുന്നു. നിങ്ങൾ എന്താ ഇതിനെപ്പറ്റി ആലോചിക്കാത്തത്? അപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനൊരു തിരിച്ച് നമ്മൾ ദുബായിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും നമ്മളോട് പറഞ്ഞു, കേരളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു സംസ്ഥാനമല്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഓഫീസേഴ്സ് ആണെങ്കിലും അവർക്ക് ഒത്തിരി കൈക്കൂലി, അങ്ങനെ ഇങ്ങനെ പല എന്ന് വെച്ചാൽ ഫുൾ നമ്മൾ കേട്ടതെല്ലാം നെഗറ്റീവായിരുന്നു. അപ്പോൾ നമ്മളും പിന്നെ അതിനെപ്പറ്റി അങ്ങ് മറന്നു. ഇവിടെ ഇതിന് പറ്റിയൊരു സ്ഥലമല്ല എന്ന് നമുക്കിങ്ങനെ തോന്നിയതുകൊണ്ട് നമ്മളത് വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും MLA നമ്മളുമായിട്ട് സംസാരിച്ചു. നിങ്ങൾ ഇപ്പോൾ ദുബായിൽ നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളത് എന്തുകൊണ്ടാണ് ചെയ്തത്? അപ്പോൾ നമ്മളിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൈജു ഇതുപോലെ ഇവിടെയും നിങ്ങൾക്ക് എന്ത് വ്യവസായം വേണമെങ്കിലും തുടങ്ങാം. ഈ ബീൻ ടു ബാർ എന്നുള്ള കോൺസെപ്റ്റ് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, അതാണ് വേണ്ടത്. അത് ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റലും ഒരു ടെക്നോളജിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും കേരളം വളരെ ഈസി ആയിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ സംസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും തിങ്ക് ചെയ്തു. മക്കളുമായിട്ട് ആലോചിച്ചപ്പോഴത്തേക്ക് മകന് താല്പര്യമായിരുന്നു. അപ്പോൾ അവനും ബൈജുവൊക്കെ കൂടെ തീരുമാനിച്ചു, ശരി നമുക്കെന്നാൽ അതിന് മുന്നോട്ട് പോകാം. അങ്ങനെ അപ്പോൾ സതീഷ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ? അപ്പം നമ്മൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ IB സതീഷ് പറഞ്ഞു, നമ്മളുടെ ടീം തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് IB സതീഷിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ നമ്മളെ വിളിക്കുന്നു. അവർ ചോദിച്ച കുറേ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പാൻ കാർഡും ഫോട്ടോസും ID പ്രൂഫും അങ്ങനെയുള്ളതും നമ്മളൊരു ആ പറയുന്ന ഓരോ പ്രോസസ്സിങ് ഫീസും നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡിൽ നമുക്ക് OTP വരുന്നു.
നമുക്ക് ലൈസൻസ് കിട്ടുന്നു. അപ്പം നമ്മൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയി. ഇത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഒരു സ്ഥലത്തും അങ്ങനെ നടത്താൻ പറ്റില്ല. അപ്പോൾ അത് കേരളത്തിൽ ഇത്ര ഈസി ആയിട്ട് വളരെ എന്ന് വെച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ലൈസൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ നമ്മളുടെ ഫാമിലി മൊത്തം ഹാപ്പിയായി. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് MLA തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞു, ബീൻ ടു ബാർ എന്താണെന്നുള്ളത് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കണം, അതിനൊരു പ്രസ് മീറ്റ് വേണം. അങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു. അതിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറയുന്നു. അതിനുശേഷം IB സതീഷ് MLA തന്നെ നമ്മളോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ലോഞ്ചിങ് വെക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മിനിസ്റ്റർ ശ്രീ P രാജീവിനെയാണ് നമ്മൾ ക്ഷണിച്ചത്. അദ്ദേഹവും നമ്മുടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, എല്ലാവരും ഒരുപാട് പേര് പല സ്ഥാനമാനങ്ങളിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു. കൂടാതെ ബിസിനസ്സുകാരും എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ലോഞ്ചിങ് അറേഞ്ച് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളെ മുട്ടാസ് എന്നുള്ള നമ്മളെ ഒരു ബ്രാൻഡ് കേരളത്തിൽ ലോഞ്ച് ചെയ്തു. മുട്ടാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഇട്ടൊരു പേരായിരുന്നു. നമ്മളുടെ ഈ പഴയ കാലത്ത് നമ്മൾ മിഠായിക്ക് മുട്ടാസ് എന്ന് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ആ പേരിനെ പറ്റിയൊക്കെ അന്ന് അവരവിടെ ചർച്ച ചെയ്തു, എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളത്. പണ്ട് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ മുട്ടാസ് വാങ്ങാൻ പൈസ ചോദിക്കുന്ന ആ ഒരു മെമ്മറിയിൽ നിന്ന് എൻ്റെ മകളാണ് ആക്ച്വലി ആ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മുട്ടാസ് എന്നുള്ള ഒരു ബ്രാൻഡ് കേരളത്തിലേക്ക് വന്നു. ആ ഫംഗ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ നമ്മുടെ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചു എന്താണ് ബീൻ ടു ബാർ. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പം മിനിസ്റ്ററും വളരെയധികം താല്പര്യത്തോടു കൂടി നമ്മളോട് പറഞ്ഞു, ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ അവർ അംഗീകരിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിട്ട് തോന്നി. അതിനുശേഷം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നമ്മൾ ഇത് എന്തായി കാര്യങ്ങൾ എന്നുള്ളൊരു അന്വേഷണം വന്നപ്പോഴത്തേക്ക് കേരള സംസ്ഥാനം എത്രത്തോളം പുതിയ ആശയങ്ങളുമായിട്ട് വരുന്നവരെ എത്ര താല്പര്യത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം സന്തോഷം തോന്നി. നമ്മളിപ്പോൾ ദുബായിൽ നമ്മുടെ ഫാക്ടറി സൊക്കോവ എന്നാണ്, അത് സണ്ണിലോ ആണ്, എൻ്റെ മകൻ തന്നെയാണ്, അവനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും. അവൻ കണ്ടെത്തിയ ഒരു ആശയമായിരുന്നു ചോക്ലേറ്റ് ഫാക്ടറി എന്നുള്ളത്. അത് വളരെ നല്ല രീതിയിൽ അവൻ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിൽ മുട്ടാസ് എന്ന പേരിൽ നമ്മളിത് ലോഞ്ചിങ് നന്നായിട്ട് കഴിഞ്ഞു. തിരുവനന്തപുരം പട്ടത്തുള്ള നമ്മുടെ മുട്ടാസിൻ്റെ ഫസ്റ്റ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മിനിസ്റ്റർ ശ്രീ മുഹമ്മദ് റിയാസ് ആയിരുന്നു. എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും അതിലേറെ അതിശയിപ്പിക്കുകയും ചെയ്തൊരു കാര്യം, നമ്മുടെ ഈ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയെ കാണാനും അദ്ദേഹത്തോട് ഈ ചോക്ലേറ്റിനെ പറ്റി സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും അതിനെപ്പറ്റി ചോദിക്കുകയൊക്കെ ചെയ്തു. അതും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയതാണ്. നമ്മൾ കേരളത്തിൽ ഉടനീളം ഫ്രാഞ്ചൈസികൾ കൊടുക്കാനും ഇത് കൂടാതെ തന്നെ ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാനുള്ളൊരാശയം ഞങ്ങൾക്കുണ്ട്. ഒരു ചോക്ലേറ്റ് മ്യൂസിയം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്രീമെന്നും അദ്ദേഹത്തോട് ബോധിപ്പിക്കാൻ പറ്റി. ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന MLA-മാരും മന്ത്രിമാരും ഒക്കെയുള്ള ഈ സംസ്ഥാനത്ത് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കിട്ടും. കാട്ടാക്കട MLA IB സതീഷ് എടുത്ത ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ ഈ മുട്ടാസ് എന്നുള്ള സംരംഭം തുടങ്ങി ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾക്കൊപ്പം നിന്നു. തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ചോക്ലേറ്റ് കൊണ്ടുവരുന്ന ഫസ്റ്റ് ഇമ്പോർട്ടർ കൂടിയാണ്. അപ്പോൾ അതിന് കസ്റ്റംസുകാരും എല്ലാവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് പുതിയ ഒരു ടെക്നോളജിയും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയും ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളം വളരെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.